എത്തിയോ? എടാ, നിനക്ക് ഓർമ്മയുണ്ടോ ദീപ ടീച്ചർ പണ്ട് ബാത്റൂമിൻ്റെ സൈഡിൽ നിന്ന് സിഗരറ്റ് വലിച്ചതിന് പൊക്കിയത്? പിന്നെ വഴക്കായി, തല്ലിയിട്ടലായി. അതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോൾ ഒരു എടാ, ഇന്നലെ നാട്ടിൽ പോയി തിരിച്ചു വരുമ്പോൾ അച്ഛന് മരുന്ന് വാങ്ങാൻ വേണ്ടി അമ്മ ഒരു 500 ചോദിച്ചു. ഇത്രയും പ്രായമായിട്ടും ഒരു മരുന്ന് കാശ് പോലും എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നില്ലെന്ന് ആലോചിച്ചിട്ടുണ്ടാവും. പാവം. ഇപ്പം ഞാൻ ആലോചിക്കുക, അന്ന് അവൾ പറഞ്ഞാലും കാര്യമുണ്ടാ? അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ളവർക്ക് അത്രേ പറഞ്ഞിട്ടുള്ളൂ. എല്ലാത്തിനും ഒരു സമയമുണ്ട്. വെയിറ്റ് ആക്കുക, ഹോപ്പ് വെക്കുക. ഈ ഹോപ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ശുഭാപ്തി വിശ്വാസം. എടാ, ഞാനേ ഒരു ലൈഫ് ഇൻഷുറൻസ് എടുത്താലോ എന്ന് ആലോചിക്കുക. എന്തിന്? അതാകുമ്പോൾ ചത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വീട്ടുകാർക്ക് ഉപകാരം ഉണ്ടാവുമല്ലോ. അല്ലെങ്കിലും നിന്നെ പോലുള്ള മരണമൊന്നും പൊളിയുമ്പോഴേക്ക് തൂങ്ങാനും തലവെക്കാനൊക്കെ നിൽക്കും. ഒരു ദിവസം മോശമെന്ന് വെച്ചു ലൈഫ് ഫുള്ളായിട്ട് അങ്ങ് പോയി എന്നല്ല. ഒരു ദിവസമോ? എടാ, നിനക്ക് അറിയാവുന്നതല്ലേ, പാർട്ട് ടൈം ഫുൾ ടൈം ചെയ്യാത്ത ജോലികളില്ല ജീവിതത്തിൽ. അതിൻ്റെ ഇടയ്ക്ക് പാഷനും പ്രൊഫഷനും കുടുംബവും ഒരിക്കലും തീരാത്ത EMI. സത്യം പറഞ്ഞാൽ മടുത്തടാ. നീ പറഞ്ഞ തൂങ്ങലും തലവെക്കലും ഞാൻ ആലോചിച്ചതാ. പക്ഷേ ഞാൻ മരിച്ചിട്ട് ആർക്കും ഒരു ഗുണമില്ലല്ലോ. പിന്നെ നിന്നെപ്പോലെ ഒരാൾ കേട്ടിരിക്കാനുണ്ടല്ലോ, അത് തന്നെയായിരിക്കും ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത്.